ഇത് കണ്ടോ എന്റെ മട്ടുപ്പാവിൽ കാഴ്ചയ്ക്കുന്ന മുന്തിരിയാണ്. അത് നല്ല രസമാണ്. നമ്മൾ രാവിലെ വരുമ്പോഴത്തേക്ക് ഇത് പഴുത്തിങ്ങനെ നിൽക്കുമ്പോൾ പറിച്ച് കഴിക്കാന്ന് വെച്ചാൽ ഭയങ്കര രസമാണ്. ഇത് നമുക്കൊരു വീട്ടിലേക്കാണെങ്കിൽ 1-2 ചെടിയുടെ ആവശ്യമുള്ളൂ. നല്ല വലിപ്പമുള്ള വെറൈറ്റിയാണ്. ഇത് കണ്ടോ, ഇത് നമുക്ക് വിളവെടുക്കാൻ പാകമായിട്ട് നിൽപ്പുണ്ട്. ഇത് കഴിക്കാനായിട്ട് ഒത്തിരി പക്ഷികൾ വരുന്നുണ്ട് കേട്ടോ. ഏട്ടൻ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ കൂടിയാണ്. ഏട്ടൻ മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു പാഷൻ ഉണ്ട്. എല്ലാവരെയും ഒന്ന് ഓടി നടന്ന് കുഞ്ഞുങ്ങളെ നോക്കും പോലെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടും കേട്ടോ. തൈ തന്നെ ഇങ്ങനെ ചരിച്ച് നട്ടിട്ട് ഇതിനെ കിടക്കുന്ന മോഡലിൽ ഇങ്ങനെ നട്ടിട്ട് അതിനെ വളഞ്ഞ് ഇങ്ങനെ വരുവാണ്. അത് വളർന്നു വരുമ്പോഴത്തേക്ക് ഇതൊരു 1.5 വർഷത്തോളം ആയതാണ്. എന്നിട്ടും ഇത്ര ഹൈറ്റേ ഉള്ളൂ. നമുക്കിത് നേരിട്ട് ഒന്ന് പറിച്ചെടുക്കാൻ പറ്റും. ഞങ്ങൾ ഇന്ന് രാവിലെ ഇപ്പം പറിച്ചെടുത്തതാണ് ഇത്. അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട്. എൻ്റെ പേര് ബിജു പോൾ. ഞാൻ ധനകാര്യ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്. ഇത് വൈഫ് ലീന മുൻപ് ടീച്ചറായിരുന്നു. കോവിഡൊക്കെ കഴിഞ്ഞ ശേഷം ടീച്ചിങ് പരിപാടിയൊക്കെ നിർത്തി കൃഷി, കുട്ടികളെ നോക്കൽ അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പച്ചക്കറി കൃഷി ഏകദേശം 15 വർഷത്തോളം ചെയ്യുന്നുണ്ട്. ഇത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് പേയാടിനടുത്താണ് ഞങ്ങളുടെ വീട്. ഗ്രോ ബാഗ് വെച്ചാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ ഗ്രാജുവലി നമ്മൾ കാര്യങ്ങൾ പഠിച്ചു. ലീനയാണ് മെയിനായിട്ടും ചെയ്യുന്നത്. ഞാനൊരു സപ്പോർട്ടാണ് കൊടുക്കുക. പുള്ളിക്കാരി ഇപ്പോൾ ഏതാണ്ട് ഒരു നല്ലൊരു എക്സ്പേർട്ടാണ്. എല്ലാ കാര്യങ്ങളും രോഗപ്രതിരോധം, രോഗങ്ങളെ, കീടങ്ങളെ ബാധിക്കൽ, അതിങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഏകദേശം എല്ലാ പച്ചക്കറികളും ഉണ്ട്. വെണ്ട, പയർ, മുളക്, തക്കാളി, പടവലം, ഈവൻ മുന്തിരി വരെ ഇപ്പം കാശ് ഇരിപ്പുണ്ട്. പെട്ടെന്നൊരു പച്ചക്കറി വെക്കേണ്ട ഒരു ആവശ്യം വന്നാൽ പുറത്ത് പോകാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് വെള്ളരിയുണ്ട്, മുളക് 2-3 ഐറ്റം ഉണ്ട്, ബജി മുളക് ഉൾപ്പെടെ എല്ലാം ഉണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ഇത് നമ്മുടെ സാധാരണ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന നാടൻ മൾബറി ആട്ടോ. ഇതിപ്പോൾ ഞാൻ പ്രൂൺ ചെയ്തിട്ടില്ല. പ്രൂൺ ചെയ്യാണ്ട് തന്നെ സീസണൽ ആയതുകൊണ്ടായിരിക്കണം ഒത്തിരി കായ പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ ഇത് നല്ല മധുരമാണ്. ഇതിപ്പോൾ പഴുത്തിട്ടില്ല. പഴുക്കുന്നതെല്ലാം പക്ഷികൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇത് കഴിക്കാൻ പുളിയുണ്ട്, എന്നാലും ഇഷ്ടമാണ്. പുളി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാണ്. പക്ഷെ നന്നായി പഴുത്തു കഴിഞ്ഞാൽ നല്ല കറുത്ത നിറത്തിലായി കഴിഞ്ഞാൽ പുളി തീരെയില്ല, നല്ല മധുരമാണ് കേട്ടോ. ഇതിനിയും പഴുക്കും. ഇതല്ല, ഇത് നല്ല ബ്ലാക്ക് ആവും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബ്രാഞ്ചസിൽ നിറച്ച് ഇച്ചിരി കായ്ച്ചിട്ടുണ്ട് ഇത്തവണ. അപ്പം ഇത് ഒന്നിച്ചായിരിക്കും പഴുക്കുക, അതാ പ്രശ്നം. പിന്നെ ഈ ബേർഡ്സ് കൊണ്ടുപോകുന്നുണ്ടെന്ന് തോന്നുന്നു. കുറേയൊക്കെ പഴുക്കുന്നതൊക്കെ ബേർഡ്സ് കൊണ്ടുപോകുന്നുണ്ട് അതിനകത്ത്. ബെറീസ് നല്ല ഗുണമുള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാനിത് നട്ടുപിടിപ്പിച്ചതും. ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്, ഇതെല്ലാവരും കഴിക്കുന്നുണ്ട്. അത് നല്ല രസമാണ്. നമ്മൾ രാവിലെ വരുമ്പോഴത്തേക്ക് ഇത് പഴുത്തിങ്ങനെ നിൽക്കുമ്പം പറിച്ച് കഴിക്കാമെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ്. അത് നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഫാം ഫ്രഷ് എന്നൊക്കെ പറയുന്ന പോലെ അടർത്തി എടുത്ത് കഴിക്കുക, അത് ഭയങ്കര അനുഭവം. ഇവിടെ ഒത്തിരി പക്ഷികൾ വരുന്നുണ്ട് കേട്ടോ. ഈ മൾബറീസ് ഒക്കെ കഴിക്കും. മൾബറി മാത്രമല്ല, ജാമ്പയ്ക്കുണ്ട്, ജബോട്ടിക്കാബയുണ്ട്, പേരയ്ക്കുണ്ട്, ഒക്കെ കഴിക്കാൻ ഒത്തിരി പക്ഷികൾ വരുന്നുണ്ട്. ഏട്ടൻ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ കൂടിയാണ്. ഏട്ടൻ മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു പാഷൻ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവിടെ നിന്ന് തന്നെ പക്ഷികൾ ഈ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഫോട്ടോസ് ഏട്ടന് കിട്ടാറുണ്ട്. നമുക്ക് ഒത്തിരി കിട്ടാറുണ്ട്. ഇവിടെ തത്ത വരുന്നുണ്ട്, ബാർബിറ്റുകള്, ഓലഞ്ഞാലിയൊക്കെ എപ്പോഴും ഇവിടെ ഉണ്ട്. എപ്പോഴും പക്ഷികളുടെ ബഹളമാണ് ഇവിടെ. അപ്പൊ അത് കാണുന്നതും അതിന്റെ ഒച്ച കേൾക്കുന്നതും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും കൂടെ അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ കിളിഞ്ഞാവൽ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട് പ്ലാന്റ്സ് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്, കിളികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. ഇത് മൾബറിയുടെ വേറൊരു ഇനമാണ്, ബ്രസീലിയൻ മൾബറി. എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. പക്ഷേ ഇത് നമ്മുടെ സാധാരണ മൾബറിയേക്കാളും ഈ ഒരു പാകത്തിൽ തന്നെ നല്ല മധുരം കേട്ടോ. ഇത് നല്ല കറുത്ത നിറം വരും. പക്ഷെ അതിന് മുന്നേ ഇത് അടർന്ന് താഴെ വീഴും. പക്ഷേ ഈ പാകത്തിൽ തന്നെ തീരെ പുളിയില്ല, നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. പലരും ഇത് നമ്മുടെ പച്ചക്കറി കൃഷി കാണാൻ വേണ്ടി വരാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ പഴങ്ങളുള്ളപ്പോൾ അവർക്ക് കൊടുക്കാറുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ഐറ്റമാണ്. ഇതിന് തൈയുണ്ടോ എന്ന് എല്ലാവരും ഒത്തിരി ചോദിക്കുന്ന ഒരു ഇനമാണ് ഈ ബ്രസീലിയൻ മൾബറി എന്ന് പറയുന്നത്. ഫ്രൂട്ട് പ്ലാന്റ്സുകൾ ഞാൻ അധികവും നട്ടിരിക്കുന്നത് ഈ ഡ്രമ്മിലാണ്. അപ്പോൾ അത് അവർക്ക് വളരാൻ വേണ്ടിയിട്ട് കുറച്ച് വേരുകളും പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒരല്പം വലിപ്പം വെക്കുന്നത് കൂടിയാണല്ലോ, അതുകൊണ്ട് ഞാൻ ഡ്രമ്മിലാണ് ചെയ്തേക്കുന്നത്. മറ്റ് പച്ചക്കറികളെല്ലാം ചെറിയ പോട്ട്, ഗ്രോ ബാഗ് അതിലൊക്കെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ മെയിൻലി ഞാൻ ചെയ്തിരിക്കുന്നത് ശീതകാല പച്ചക്കറിയാണ്. ഓരോന്നും തരം തിരിച്ചാണ് ഞാൻ നട്ടുവെച്ചിരിക്കുന്നത്. അപ്പോൾ ശീതകാലം ഒക്ടോബർ മുതൽ ജാനുവരി വരെയുള്ള ശീതകാല പച്ചക്കറി കൃഷിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ബ്രൊക്കോളിയാണ്. ബ്രൊക്കോളിയൊക്കെ പൂ പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ക്യാബേജ് ഉണ്ട്. ഇത് പുതിന. അപ്പോൾ പുതിന മല്ലിയിലയിലൊക്കെ നമുക്ക് ഒത്തിരി വിഷം അടിക്കുന്നതെന്ന പല ന്യൂസ് പേപ്പറിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ തന്നെ വിഷരഹിതമായിട്ട് പുതിന ചെയ്തെടുക്കാം. ഈ ഏരിയയിൽ കുറച്ച് മുളകാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ സാധാരണ പച്ചമുളകാണ്. ഇത് പച്ചമുളക് ഒത്തിരി കായ നിൽപ്പുണ്ട് കണ്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിലും അധികം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അധികം ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ ബന്ധുക്കൾക്കും പിന്നെ അയൽക്കാർക്കൊക്കെ കൊടുക്കാറുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമാണ് കൊടുക്കുന്നത്. മുളക് മാത്രമല്ല, അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ അധികം വന്നാൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർക്കത് ഞാൻ കൊടുക്കാറുണ്ട്. തക്കാളി ആണെങ്കിലും ഒക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് കൊടുക്കുമ്പോൾ തന്നെ. ഇത് വെണ്ടയുടെ സീസൺ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അത് പ്ലാന്റ് കണ്ടാൽ തന്നെ അറിയാം, ഏകദേശം ചെടികളുടെ കായ്ഫലം പിടിക്കുന്ന ആ ഒരു സമയം കഴിഞ്ഞു. അപ്പോൾ വീണ്ടും താഴത്തെ ബ്രാഞ്ചസിൽ നിന്നൊക്കെ നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട്.
ഓരോ ആഴ്ചയും കൂടെ കഴിഞ്ഞാൽ ഞാനിത് വീണ്ടും റീപ്ലാന്റ് ചെയ്യാറ്. ഇതുണ്ടോ, ഇത് നമ്മുടെ മല്ലി കൊറിയാണ്ടർ എന്ന് പറയുന്നതാണ്. ഇത് ഞാൻ ശീതകാല പച്ചക്കറിയുടെ കൂട്ടത്തിൽ നട്ടതാണ്. മല്ലിയുടെ ഇല ഞാൻ ഒത്തിരി എടുത്തു കേട്ടോ. പുതിനയിലയും മല്ലിയിലയും ഞങ്ങൾക്ക് ഇവിടെ സ്ഥിരമായിട്ട് വേണ്ടതാണ്. അപ്പോൾ മല്ലിയില എടുത്തതിന് ശേഷവും ദാ ഇവിടെ പൂ പിടിച്ച് നിൽപ്പുണ്ട്. ഞാനും ആദ്യമായിട്ടാട്ടോ ഈ മല്ലി പൂത്ത് നിൽക്കുന്നതായി കാണുന്നത്. വീതി കൂടിയ അമരയാണ്, ബ്രോഡ് ബീൻസ് ഒക്കെ എന്ന് പറയുന്നതാണ്. ഇത് ഞാനും ശീതകാല പച്ചക്കറിയുടെ കൂടെ നട്ടതാണ്. ഇതെന്താ അത്യാവശ്യം നമുക്ക് തോരൻ വെക്കാനായിട്ട് ഞാനിത് ഉപയോഗിക്കും കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ തോരൻ വെക്കാനും ഇതിൻ്റെ അകത്തുള്ള വിത്ത് നമ്മളെടുത്ത് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് ബെൽച്ചാമ്പയുടെ ഒരു വെറൈറ്റി ആട്ടോ. ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. ഒരു തരം ലൈറ്റ് ഗ്രീൻ കളറിലാകുമ്പോഴാണ് നമ്മളിത് പറിച്ചെടുത്ത് കഴിക്കാറ്. ഇതൊരെണ്ണം ഏകദേശം പാകമായിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയും മധുരം വരും. ഇത്തവണ എന്തായാലും കുറേ ഉണ്ട്. ഇവിടെയൊക്കെ നിൽപ്പുണ്ടല്ലേ. ഈ ജാമ്പ വെറൈറ്റി ഒരു 3-4 ടൈപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഗ്രീൻ ആണ്, പിന്നെ വൈറ്റ് താഴെ നിൽപ്പുണ്ട്. ഡൽഹാരി ജാമ്പ, ജാമ്പയിലെ ഏറ്റവും മധുരം കൂടിയത് ഡൽഹാരി ആട്ടോ. ആരെങ്കിലും ജാമ്പ വെക്കാൻ നട്ടുപിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡൽഹാരിയാണ് ഏറ്റവും ബെസ്റ്റ് ഇനം എന്ന് പറയുന്നത്. ഇത് 2 വർഷത്തോളം മാത്രം പ്രായമുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് കായ്ച്ചു തുടങ്ങിയിട്ട് ഒരു 6-7 മാസം, 2-3 തവണയാണ് ഇത് കായ്ക്കുന്നത്. ഇത് വെയിൽ കിട്ടുന്നുണ്ട്. സാധാരണ കൃഷി രീതിയൊക്കെ സാധാരണ ഇത് തന്നെയാണ്. നമ്മൾ നോർമലി ബാക്കി എല്ലാ ചെടിയും നടന്ന പോലെയൊക്കെ നോർമൽ ഇതൊക്കെ ചെയ്യുന്നുള്ളൂ. വെയിൽ കിട്ടുന്നു. ഫ്രൂട്ട് പ്ലാന്റ്സിന് മെയിനായിട്ടും നല്ല വെയിൽ വേണം. ഇവിടെ അതിൻ്റെ ഒരു വെയിലുള്ളതുകൊണ്ടാണ് ഇത്രയും നന്നായി കായ്ക്കാന്ന് തോന്നുന്നു. ഇനി ഇത് പ്രൂൺ ചെയ്യണം. എന്തോ പ്രൂൺ ചെയ്യാറായി കാണും. ഓരോ തവണയും വിളവെടുപ്പ് കഴിയുമ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്ത് അതിനെ പ്രൂൺ ചെയ്യുമ്പോൾ തന്നെ അതിന് എക്സസ് നമ്മൾ വളം കൊടുക്കണം. സാധാരണ ചെയ്യുന്നത് NPK അല്ലെങ്കിൽ DAP എന്ന് പറയുന്ന ഒരു വളമാണ്. അപ്പോൾ പെട്ടെന്ന് അവർക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് NPK or DAP കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി വളം കൂടി കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് കായ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇത് ബേറാപ്പിളാണ്, ഇലന്തപ്പഴം എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഒരു ചെറിയൊരു മധുരവും, പുളി തീരെ ഇല്ല കേട്ടോ, ചെറിയൊരു മധുരമൊക്കെയാണ്. അത്യാവശ്യം നന്നായിട്ട് കായ പിടിക്കണം. അത്യാവശ്യം വലിപ്പവും വെക്കുന്ന വെറൈറ്റി ആട്ടോ. ഇതിപ്പോൾ നമ്മൾ ഓടി വരും, ഇത് പറിക്കും, കഴിക്കും. ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ നമുക്കിത് പറിച്ച് കഴിക്കുക, അല്ലെങ്കിൽ ഒരു പൂവിടുക, കായിടുക എന്നൊക്കെ, കാ പിടിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര നമുക്കൊരു സന്തോഷം തരുന്ന ഒരു അനുഭവം തന്നെയാണ്. പലരും വന്ന് കാണുമ്പം വളരെ കൗതുകപൂർവ്വം ചോദിക്കുന്ന ഒരു സാധനമാണ് ഈ ഡ്രമ്മിൽ പപ്പായ, അതും ടെറസിൽ പപ്പായ നിൽക്കുന്നല്ലോ. ഞങ്ങൾ സാധാരണ തറയിലൊക്കെ പപ്പായ നട്ട് കഴിഞ്ഞാൽ വളരെ ഉയരത്തിൽ ഏകദേശം 10-12 അടി അങ്ങ് മേലെ പോവുകയും ഇതിനകത്തുനിന്ന് നമുക്ക് കായ് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ എന്താണെന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് റെഡ് ലേഡിയാണ്. ചരിച്ചാണ് നടുന്നതിനൊരു മെത്തേഡുണ്ട്. ഇത് തൈ തന്നെ വളരെ ഇങ്ങനെ ചരിച്ച് നട്ടിട്ട് ഇതിനെ കിടക്കുന്ന മോഡലിൽ ഇങ്ങനെ നട്ടിട്ട് അതിനെ വളഞ്ഞ് ഇങ്ങനെ വരുവാണ്. അത് വളർന്നു വരുമ്പോഴത്തേക്ക് ഇതൊരു 1.5 വർഷത്തോളം ആയതാണ്. എന്നിട്ടും ഇത്ര ഹൈറ്റേ ഉള്ളൂ. നമുക്കിത് നേരിട്ടൊന്ന് പറിച്ചെടുക്കാൻ പറ്റും. ബേർഡ്സ് വന്ന് കൊത്തുന്നൊക്കെ ഉണ്ട്. പിന്നെ അവരും ജീവിച്ചോട്ടെ, കുറച്ചൊക്കെ അവരെടുക്കുന്നതിൽ നമുക്ക് സങ്കടമൊന്നുമില്ല, കുഴപ്പമില്ല. നമുക്ക് എന്നാലും അത് ഫ്രഷായിട്ട് നമുക്ക് കിട്ടും. ഇതിനകത്ത് നല്ല വലിപ്പത്തിൽ ഇത് ഇവിടുന്നേ കായ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ. ഇത് ഇങ്ങനെ ഒത്തിരി നല്ല വിളവ് കിട്ടിയൊരു പ്ലാന്റ് ആയിരുന്നു. ഇത് ഞങ്ങളുടെ ടെറസിലേക്ക് കയറി വരുന്ന എൻട്രി ഏരിയ ആണ്. ഇവിടെ കൂടുതലായിട്ടും ഞാൻ ഈ പടർന്നു കയറുന്ന പടവലം, വെള്ളരി പോലുള്ള പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. എപ്പോഴും ഇത് സ്ഥിരമായിട്ടിട്ടേക്കുന്ന ഒരു പന്തലാട്ടോ. ഈ പന്തലിലേക്കാണ് ഈ പടവലം, വെള്ളരി മുതലായവയെല്ലാം ഞാൻ പടർത്തി കയറ്റുന്നത്. മുന്തിരി ഉൾപ്പെടെ ഇവിടെയാണ് നിൽക്കുന്നത്. കൂടുതലായും ഞാൻ വീട്ടിൽ ചെയ്യുന്നത് ബേബി പടവലം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. മറ്റേതാണെങ്കിൽ ഒത്തിരി അങ്ങ് നീളത്തിൽ പോവും, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരു കറി വെക്കാനൊക്കെ ഒരു ബേബി പടവലം എടുത്താൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് കിട്ടും. അതുകൊണ്ട് തന്നെ മാനേജ് ചെയ്യാനും എളുപ്പമാണ്. മറ്റേ നീളം കൂടിയ പടവലാണെങ്കിൽ നമുക്കത് കല്ല് കെട്ടി നീളത്തിൽ പടർത്തേണ്ടതൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഇത് ബജിമുളകാണ്. ഇത് ഞാൻ മിക്കവാറും ഇവിടെ ചെയ്യാറുള്ള ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് കൂടുതലായിട്ടും ഞാൻ ബജി ഉണ്ടാക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബജി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് പോരാഞ്ഞിട്ട് ഇത് മെഴുക്കുവരട്ടി ഉണ്ടാക്കും കേട്ടോ. ഇത് സീഡൊക്കെ എടുത്ത് കളഞ്ഞ ശേഷം മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്കൊരു വീട്ടിലേക്കാണെങ്കിൽ 1-2 ചെടിയുടെ ആവശ്യമുള്ളൂ. ഇത് നോക്കിയാൽ തന്നെ അറിയാം ഒത്തിരി മുളക് പിടിച്ച് നിൽപ്പുണ്ട്. നല്ല വലിപ്പമുള്ള വെറൈറ്റിയാണ്. ഇത് കണ്ടോ എൻ്റെ മട്ടുപ്പാവിൽ കായ്ച്ചിരിക്കുന്ന മുന്തിരിയാണ്. ഇത് ഞാൻ എയർപോർട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഏകദേശം 2 വർഷത്തോളം ആയ പ്ലാന്റ് ആട്ടോ. ഒരു ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോൾ ഞാനിത് പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട്. അന്നേരം ഇപ്പോൾ ഈ ജാനുവരി ഒക്കെ ഇങ്ങനെ കായായി നിൽപ്പുണ്ട്. ഇത് ഏകദേശം ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ ഇത് പഴുത്ത് കിട്ടും. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. ഒരല്പം പുളി കൂടുതലായിരിക്കും. എന്നാലും നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടായി കാണുന്നതും കുട്ടികൾക്കൊക്കെ ഇത് കാണാൻ കിട്ടുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഒക്ടോബർ നവംബറിൽ പ്രൂൺ ചെയ്ത് കായ പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും മാർച്ച് ഏപ്രിൽ അല്ലെങ്കിൽ ഫെബ്രുവരിയുടെ അവസാനം മാർച്ച് ആദ്യം ഇതൊന്നുകൂടി പ്രൂൺ ചെയ്ത് കൊടുത്താൽ വീണ്ടും നമുക്ക് കായ ഉണ്ടാക്കും. പല വീടുകളിലും മുന്തിരി കായ്ച്ചു കിടക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ പലരുടെയും ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് വഴിയാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹം മുന്തിരി വെക്കണമെന്നും. അങ്ങനെ ഞാനൊരു മുന്തിരി തൈ മേടിച്ച് വെച്ചതാണ്. പക്ഷേ എനിക്ക് ആദ്യം കളിയാക്കലുകളാണ് എനിക്ക് ഇത് അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഇത് നമ്മുടെ ഇവിടെ കായ പിടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻഡ് കളിയാക്കിയിരുന്നു. പക്ഷേ ഇത് കായ പിടിച്ച് കണ്ടപ്പോൾ ഹസ്ബൻഡിനും സന്തോഷം, എനിക്ക് അതിലേറെ സന്തോഷം.
തക്കാളി ഇപ്പോൾ ഞാൻ കൂടുതലും ശീതകാല പച്ചക്കറിയായിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഇതിപ്പോൾ ഏകദേശം വിളവ് കഴിയാറായതാണ് കേട്ടോ. അത് ചെടികൾ കണ്ടാൽ തന്നെ അറിയാം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. തക്കാളി കൂടുതലും ശീതകാലത്താണ് നന്നായി വിളവ് കിട്ടുന്നത്. വേനൽക്കാലത്ത് പൂ കൊഴിച്ചിലും പിന്നെ മഴക്കാലത്ത് കൂടുതലും രോഗങ്ങൾ പിടിക്കാൻ ചാൻസ് ഉണ്ട്. വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന കാരണം ചെടികൾ ചീഞ്ഞു പോവുക, ബാക്ടീരിയൽ വാട്ടം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കൂടുതലും ശീതകാല പച്ചക്കറിയായിട്ടാണ് ഞാൻ തക്കാളി കൃഷി ചെയ്യുന്നത്. ഇത് പയറൊക്കെ ഒരു തവണ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പയർ നട്ട് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ, കായ പിടിച്ച് തുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ കുക്കുംബർ, ഇത് സ്നോ വൈറ്റ് എന്ന് പറയുന്ന ഇനമാണ്. ഇതും കായ പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. 1-2 കായകൾ ഇവിടെ പാകം ആയിട്ടില്ല, പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ സ്നോ വൈറ്റ് ഒക്കെ ഒത്തിരി നമുക്ക് വിളവ് കിട്ടുന്ന കേട്ടോ. എല്ലാവരും ചോദിക്കുന്നുണ്ട് കുക്കുംബറൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ പറയും. അപ്പോൾ ഞാനിവിടെ തെളിവ് കാണിച്ചു കൊടുക്കുന്ന ഇതാണ്. കെയിലാണ് ശീതകാല പച്ചക്കറിയുടെ ഒപ്പം നട്ട് വളർത്തിയതാണ്. ഇത് നമുക്ക് അത്യാവശ്യം പച്ചയായിട്ട് സാലഡിന് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ കുക്കുംബർ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ സാലഡ് ഉണ്ടാക്കുമ്പോൾ ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമുക്ക് തോരനും എടുക്കാം കേട്ടോ. ഇതിൻ്റെ ഇലകൾ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്, ആ ഒരു ടെക്സ്ചറും. ഇതാണ് ഞാൻ മുന്തിരി നട്ടേക്കുന്ന എയർപോർട്ട് കേട്ടോ. വലിയ വലിപ്പമൊന്നുമില്ല, പക്ഷേ എന്നാലും അത്യാവശ്യം നമുക്കിതിൽ മുന്തിരി കായ പിടിച്ച് കിട്ടുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് മുന്തിരിയുടെ വേറെ 2 കൊലയാണ് കേട്ടോ. ഇത് ഒരു 2 ആഴ്ചയും കൂടെ കഴിയുമ്പോൾ നമുക്കിത് പഴുത്ത് കിട്ടും. അന്നേരം ഇത് പാകമാവത്തുള്ളൂ. ഇത്തവണയാണ് മുന്തിരി ഇത്രയും ഉണ്ടായി കിട്ടിയത്. കഴിഞ്ഞ തവണയൊക്കെ മുന്തിരിയുടെ വലിപ്പം കുറവായിരുന്നു, കായയുടെ എണ്ണവും കുറവായിരുന്നു. പച്ചക്കറിക്കൊപ്പം ഒത്തിരി ഫ്രൂട്ട് പ്ലാന്റ്സും ചെയ്യുന്നുണ്ട് ഇവിടെ. ഇത് N18 എന്ന് പറയുന്ന റംബുട്ടാൻ ഇനമാണ്. ഇത് നമുക്ക് 2 വർഷം, ഒരു വർഷത്തിൽ 2 തവണ കായ പിടിക്കുന്നുണ്ട്. ആദ്യത്തെ തവണ ഒത്തിരി കായ ഉണ്ടാവും, രണ്ടാമത്തെ തവണ കായ്ഫലം കുറവാണ്. എന്നിരുന്നാലും 2 തവണ കായ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു അത്ഭുതമാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം നവംബറിൽ പൂ പിടിച്ചു. ഈ ഫെബ്രുവരിയോടുകൂടി ഇതിപ്പോൾ കളർ പിടിച്ചിട്ടുണ്ട്. ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ നമുക്കിത് കഴിക്കാൻ പാകമായിട്ട് കിട്ടുന്ന വിധമായിട്ടുണ്ട്. പച്ചക്കറികളും ഫ്രൂട്ട് പ്ലാന്റ്സും മാത്രമല്ല ഞാൻ ചെയ്യുന്നത്, ചെടികളോടുള്ള ഇഷ്ടവും ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇവിടെ ബട്ടർഫ്ലൈസിനെ അട്രാക്റ്റ് ചെയ്യലാണ് എൻ്റെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് തന്നെ ഈ ലാൻറ്റാന, ഇതുപോലെ തെച്ചി, ഇതുപോലെയുള്ള ഒത്തിരി ബട്ടർഫ്ലൈസിനെ ആകർഷിക്കുന്ന വിധം, ബട്ടർഫ്ലൈസിനെയും ബേർഡ്സിനെയും, എൻ്റെ ഈ ഒരു മുളക് ചെടിയിലൊക്കെ സൺബേർഡ്സ് ഒക്കെ വരും കേട്ടോ. മുളക് ചെമ്പരത്തി എന്നാണ് പറയുന്നത്, സൺബേർഡ്സ് ഒക്കെ ഒത്തിരി വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഞാൻ പലയിടത്തു നിന്നും ഓൺലൈൻ വഴി വാങ്ങുന്ന പ്ലാന്റ്സാണ്. ഇതൊക്കെ ബട്ടർഫ്ലൈസിനെ അട്രാക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ മേടിച്ച് നടുന്നതാണ്. എനിക്ക് ചെടികളോടും അല്ലെങ്കിൽ ഈ പൂക്കളോടും പക്ഷികളോടും കൃഷിയോടും ഒക്കെ ഉള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത്. ടെറസിൽ വളരെ പരിമിതമായിട്ടുള്ള സ്ഥലമാണ് എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനിത് ചെയ്യുന്നുണ്ട്. വീട്ടിൽ ഞാൻ കുഞ്ഞുനാളിലെ തന്നെ എൻ്റെ പപ്പയും ഒക്കെ കൃഷിയിലേക്ക് ഇറങ്ങുമായിരുന്നു. വീട്ടിൽ തന്നെ പച്ചക്കറി കൃഷിയും പശുവും ആടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പയെ സഹായിക്കാൻ ഇറങ്ങുമായിരുന്നു. അപ്പോൾ അന്നേരമേ എനിക്കുള്ള താല്പര്യമാണ്. ഇവിടെ വന്നപ്പോൾ ഏട്ടൻ്റെ ഫുൾ സപ്പോർട്ട് കൂടി ഉള്ളത് കൊണ്ട് എനിക്ക് ഇത്രയും നന്നായിട്ട് ചെയ്യുന്ന കേട്ടോ. ഒരു പ്ലാന്റ് വേണമെന്ന് പറയുമ്പോഴും മേടിച്ച് തരിക, അല്ലെങ്കിൽ അതിൻ്റെ അക്സസറീസ് വേണമെന്ന് പറയുമ്പോഴും മേടിച്ച് തരിക. പിന്നെ എനിക്ക് സുഖമില്ലാത്ത സമയത്ത് പുള്ളിയാണ് വെള്ളം ഒഴിക്കുന്നതും എല്ലാത്തിനും എനിക്ക് പൂർണ്ണമായിട്ടൊരു സപ്പോർട്ട് ഉള്ളത് കൂടി കൊണ്ട് മാത്രമാണ് എനിക്കിതൊക്കെ ഇത്രയും നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നത്. എല്ലാ ദിവസവും രാവിലെ ഞാനിവിടെ കയറാറുണ്ട്. ഒരു 5-5:30 ആകുമ്പോൾ രാവിലെയാണ് ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 7 മണിയോടുകൂടി കുഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞാനും ഏട്ടനും കൂടെ ഒന്നിച്ച് ഇവിടെ കയറാറുണ്ട്. പിന്നെ അത്യാവശ്യം കള പറിക്കൽ, ചെടികൾ അറേഞ്ച് ചെയ്യൽ, കീടനാശിനികൾ പ്രയോഗിക്കൽ, അങ്ങനെയുള്ളതൊക്കെ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ഒരു 1/2 മുതൽ 1 മണിക്കൂർ വരെയെങ്കിലും ഇവർക്ക് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡെയിലി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് നല്ല വിളവ് കിട്ടും കേട്ടോ. അത് ഞാൻ ഉറപ്പായും പറയാണ്, നല്ല ഗ്യാരൻറ്റിയോടുകൂടി പറയാണ്. ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ 1 മണിക്കൂർ വേണ്ട, ഡെയിലി നോക്കുകയാണെങ്കിൽ 1/2 മണിക്കൂറിൻ്റെ ആവശ്യമേ ഉള്ളൂ. എല്ലാവരെയും ഒന്ന് ഓടി നടന്ന് കുഞ്ഞുങ്ങളെ നോക്കും പോലെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടും കേട്ടോ. ജൈവകൃഷി ചെയ്യുന്നവർക്ക് കൂടുതലായും നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കീടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി ഇവരെ ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഡെയിലി ഇലകളിലൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം എന്തൊക്കെ കീടങ്ങൾ ഇവരെ ആക്രമിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് കീടാക്രമണങ്ങളിൽ നിന്നൊക്കെ ഈ പച്ചക്കറികളെ സംരക്ഷിച്ചെടുക്കാം കേട്ടോ. എനിക്ക് പിന്നെ ജോലി തിരക്കുകളൊക്കെ കാരണം പലപ്പോഴും ഇത് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പം ഇതിൻ്റെ പ്രധാനമായിട്ടും മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ലീനയാണ് ഇത് ചെയ്യുന്നത്. വെള്ളം ഒഴിക്കാനാണെങ്കിലും കള പറിക്കാനാണെങ്കിലും ഇപ്പം ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നീക്കൽ, അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ഞാനും കൂടാറുണ്ട്. പിന്നെ ഇവിടെ വന്ന് ഇതെല്ലാം കാഴ്ച നിൽക്കുന്നതും കാണുന്നത് രസമാണ്. പിന്നെ എനിക്ക് വിളവെടുക്കാനാണ് കൂടുതൽ ഇഷ്ടം. എല്ലാം റെഡിയായി നിന്ന ശേഷം വന്നിട്ട് വിളവെടുപ്പ് നല്ല രസമാണ്. 2 കുട്ടികളാണ് ഞങ്ങൾക്കുള്ളത്. ഒരാൾ +2 കഴിഞ്ഞു, മറ്റേ ആൾ 2ാം ക്ലാസ്സിലാണ്. അപ്പോൾ കുട്ടികൾക്കും ഇതിനകത്തൊരു മാതൃകയാണ്. അവർക്ക് കാണാം ഇതെങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്, എന്തൊക്കെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. പല കുട്ടികൾക്കും ഇന്ന് കൃഷി എങ്ങനെയാണ് വരുന്നത്, ഇത് ഓരോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എവിടെയാണ് ഉണ്ടാകുന്നത്, നെല്ല് എങ്ങനെയാണ് വരുന്നത് എന്നൊന്നും പലർക്കും അറിയത്തില്ല. ആ സമയത്ത് ഞങ്ങളിവിടെ ഇതൊക്കെ ചെയ്യുന്നത് അവർക്കും ഒരു എക്സ്പീരിയൻസ് ആണ്, അവർക്കൊരു മോട്ടിവേഷൻ ആവുമെന്നാണ് പ്രതീക്ഷ. കുറേയൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ കാര്യങ്ങൾക്കൊക്കെ വന്ന് സഹായിക്കാറുണ്ട്. അതും അവരെ ഫ്യൂച്ചറിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃഷി ശരിക്കും നമ്മുടെ വീട്ടിൽ ഇത്രയും നമ്മൾ ബുദ്ധിമുട്ടിയത് തന്നെയാണ് ചെയ്യുന്നത്. ശരിക്കും ചിലപ്പോൾ പലപ്പോഴും നമുക്കൊരു
ഞാൻ ഈ ഫോട്ടോഗ്രാഫിക്കൊക്കെ യാത്രയൊക്കെ പോകാറുണ്ടല്ലോ, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. പലപ്പോഴും 3-4 ദിവസം നമുക്ക് പോകാൻ തന്നെ വലിയ ഒരു പേടിയാണ്. കാരണം ഈ ചെടികളെ ആര് നോക്കും എന്നുള്ളതൊരു ബുദ്ധിമുട്ടാണ്. നമ്മളതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്, എങ്കിലും നമ്മൾ നേരെ നോക്കുന്ന പോലെ ആവില്ലല്ലോ. പക്ഷേ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ശരിക്കും ഈ പച്ചക്കറി ഇതൊക്കെ വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ ഇന്ന് മാർക്കറ്റിൽ കിട്ടും. പക്ഷേ നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം വിഷമില്ലാത്ത പച്ചക്കറി. കീടനാശിനികളാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും വളരെ മോശമായ രീതിയിൽ പുറത്ത് സാധാരണ കൊമേഴ്സ്യലി ചെയ്യുന്നവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കുറച്ച് മതി. നമ്മൾ പേഴ്സണൽ ശ്രദ്ധ കൊടുക്കുന്ന പോലെ ഇങ്ങനെ 1 by 1 നോക്കുന്നതുകൊണ്ട് കീടനാശിനിയുടെ ഉപയോഗം വളരെ കുറച്ചേ ഉള്ളൂ. ഇനി അഥവാ ഉപയോഗിക്കുന്നതന്നെ ജൈവമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ ഇപ്പോൾ കഴുകിയ ഉടൻ നേരിട്ട് കഴിക്കാം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പം മോന് വന്നിട്ട് ടൊമാറ്റോ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമാണ്. അവ ഇങ്ങനെ വന്നിട്ട് അവൻ തന്നെ ഓടി വന്ന് പറിച്ച് കഴിക്കുകയാണ്. അങ്ങനെ നമുക്ക് ധൈര്യമായിട്ട് വിഷമില്ലാത്ത ജൈവ കീടനാശിനി ഉപയോഗിച്ച പച്ചക്കറി നമുക്ക് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇത് മാത്രം ചെയ്തെന്ന് വെച്ചിട്ട് ആരോഗ്യം എല്ലാം വരണമെന്നില്ല. പക്ഷേ നമ്മൾ നമ്മുടെ വേ ഓഫ് ലിവിങ് ഒരു നല്ല രീതിയിലാണ് എന്ന് ഉറപ്പുവരുത്താനെങ്കിലും നമുക്ക് പറ്റും. അതാണ് ഇതിൻ്റെ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ.